ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ഗരം മസാല. അത് എങ്ങനെ നമ്മൾ ഇത്ര നല്ല ഫ്ലേവറോട് കൂടി അങ്ങനെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് വഴിയെ നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പം നമുക്കിനി ഗരം മസാല തയ്യാറാക്കാനായിട്ട് എത്രയൊക്കെ അളവിൽ വേണമെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഇത്രയും ഐറ്റംസാണ് ഞാൻ തയ്യാറാക്കുന്ന ഗരം മസാല കൂട്ടിലിടുന്നത്. ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾ ഗരം മസാല കറക്റ്റ് അളവിന് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്ലേവറോട് കൂടിയ നമുക്ക് ഗരം മസാല ഒത്തിരി കാലം സൂക്ഷിക്കാൻ പറ്റിയ രീതിയിൽ നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ 200 ഗ്രാം പെരിഞ്ജീരകമാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഗരം മസാല തയ്യാറാക്കുമ്പോൾ പെരിഞ്ജീരകം ഇത്തിരി കൂടുതലെടുക്കും. അപ്പോൾ 200 ഗ്രാം പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. അതിൻ്റെ 4/1 ഭാഗം വീതമാണ് ഏലക്കയും അതുപോലെ തന്നെ കരയാമ്പൂ, കുരുമുളക്, പട്ട എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ 3 സ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. 50 ഗ്രാം കരയാമ്പൂ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 50 ഗ്രാം ഏലക്ക എടുത്തിട്ടുണ്ട്. കൂടാതെ 50 ഗ്രാം കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ കുരുമുളക് ഇട്ട് മസാല തയ്യാറാക്കുമ്പോൾ നമ്മൾ വേറെ കുരുമുളക് കറിയിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു ജാതിക്കയാണ് എടുത്തിരിക്കുന്നത്. 20 ഗ്രാം ജാതിപത്രി എടുത്തിട്ടുണ്ട്. 20 ഗ്രാം ജാതിപത്രിയും പിന്നെ ഒരു ജാതിക്കയും. ഇനി ഒരു 30 ഗ്രാം തക്കോലം നമ്മൾ ഇതിലൂടെ ആഡ് ചെയ്യുന്നുണ്ട്. 75 ഗ്രാം കറുവപ്പട്ട. ഞാൻ 75 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ആദ്യം ഏലക്കയും അതുപോലെ കറുവപ്പട്ടയും തക്കോലവും പിന്നെ ജാതിക്കയും ജാതിപത്രിയും കരയാമ്പും കുരുമുളകും നമുക്ക് ആദ്യം വറുത്തെടുക്കാം. ജീരകം നമ്മൾ ലാസ്റ്റ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മളതൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസാലയുടെ ആ മൊത്തത്തിലുള്ള ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും, സ്മെല്ല് അങ്ങോട്ട് മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇത് ചൂടാക്കിയെടുക്കുമ്പോൾ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ചൂടായി എന്നറിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പെരിഞ്ജീരകം ചേർത്തെടുക്കാം. 200 ഗ്രാം പെരിഞ്ജീരകമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 3 സ്പൂൺ ചെറിയ ജീരകം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. കാരണം ജീരകം ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒന്ന് ഷെയ്ഡ് ഒന്ന് ജസ്റ്റ് മാറി വരുമ്പോൾ തന്നെ നമുക്ക് ഇത് ഇറക്കാം. ഇപ്പോൾ നമ്മുടെ ഇതെല്ലാം ഡ്രൈ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് പകർത്തി കൊടുക്കാം. അതല്ലെങ്കിൽ ഈ പാനിൽ തന്നെ ഇരുന്ന് കഴിയുമ്പോൾ ആ ജീരകമൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ വേറൊരു കറിയിലേക്ക് നമുക്ക് ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലതുപോലെ പൊടിച്ചെടുക്കാം. നമുക്കിതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 വർഷത്തോളം നമുക്ക് വേണമെങ്കിൽ ഇത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ 2 പാത്രത്തിലാക്കിയിട്ട് വയ്ക്കുക. നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നത് ഒരു പാത്രത്തിൽ വയ്ക്കുക. പിന്നെ വേറെ ബോട്ടിലിൽ നമ്മൾ വേറെ ആക്കി വെക്കേണ്ട ആവശ്യത്തിന് ആ ചെറിയ ബോട്ടിലിൽ തീരുന്നതനുസരിച്ച് നമുക്ക് എടുത്താൽ മതി. അപ്പോൾ ഇത് ചൂടാറി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം.
ഇതിപ്പോൾ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ പൗഡർ നമുക്കിനി ഈ ബേസിനിലേക്ക്, ഈ ട്രേയിലേക്ക് തന്നെ ഒന്ന് ഇട്ട് ചൂടാറാനായിട്ട് കുറച്ച് നേരം വയ്ക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ മസാല തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇറച്ചിക്കറിയിലും അതുപോലെ തന്നെ ചിക്കൻ കറിയിലും ബീഫ് കറിയിലും ബീഫിലും ചിക്കനിലും ഏതിനു വേണമെങ്കിലും നമുക്ക് ഈ മസാല ചേർക്കാം. വെജിറ്റബിൾ കറിയിലിടാം, അതുപോലെ തന്നെ മുട്ടക്കറി, കടലക്കറി എല്ലാത്തിലും നമുക്ക് ഈ മസാല ചേർത്താൽ മതി. ഇതൊരു പ്രത്യേക സ്മെല്ലാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളത് കറിയിലിടുമ്പോഴേക്കും എന്തെന്നാ പറയുക, നല്ലൊരു സ്മെല്ല് നമുക്ക് കറിക്ക് കിട്ടും. കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകിയാൽ പോലും ആ സ്മെല്ല് കയ്യിൽ നിന്ന് വിട്ടുപോലും, അതുപോലെ നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ ഇതേപോലെ നേരി ചൂടാക്കിയിട്ട് വേണം നമ്മൾ പൊടിക്കാനായിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ ചൂടാക്കി പൊടിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഈർപ്പൊക്കെ മൊത്തം പോയി നമുക്ക് കുറച്ചധികം നാൾ തന്നെ നമുക്കിത് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. ചൂടാറിയതിന് ശേഷം മാത്രം നമ്മളിത് ഒരു കുപ്പി ബോട്ടിലാക്കി വെക്കുക. അതല്ലെങ്കിൽ ആ ചൂട് അതിൽ നിന്ന് പെട്ടെന്ന് കേടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചൂട് മൊത്തവും മാറി നമുക്കിനി ഇതൊരു ബോട്ടിലേക്ക് പകർത്തി വയ്ക്കാം. ഇതുപോലൊരു ബോട്ടിലാണ് ഞാൻ ഇട്ട് വെക്കുന്നത്. പിന്നെ ഞാൻ സ്ഥിരം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ബോട്ടിലേക്ക് കുറച്ച് മാറ്റും. എന്നിട്ട് അതിൽ നിന്ന് എടുത്താണ് ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ മുറുകെ അടച്ച് തന്നെ മാറ്റി വയ്ക്കും. എയർ ടൈറ്റ് ആയിട്ടിരിക്കണം. ഇതിലിപ്പോൾ ഇത്രയാക്കിയാൽ മതി. ഇനിയുള്ളത് നമുക്കൊരു ചെറിയ ബോട്ടിലാക്കി ഡെയിലി യൂസിന് വേണ്ടിയിട്ട് എടുത്തു വെക്കാം. ഇത് നമുക്ക് ഈ ബോട്ടിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. കാരണം അപ്പോൾ നമ്മളെപ്പോഴും ഇത് തുറക്കേണ്ടി വരില്ല, അതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെടില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.